പത്തനംതിട്ടയിലെ പോക്സോ കേസിൽ പെൺകുട്ടി പീഡനത്തിനിരയായിട്ട് മൃഗീയമായി. കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ട് 20 പേർ. തിരുവനന്തപുരത്തെ അച്ഛനെ സ്ലാബിട്ട് മൂടി മക്കൾ. കോട്ടയത്ത് ഹണി ട്രാപ്പിൽ കുടുങ്ങി വൈദികൻ. കുറ്റകൃത്യങ്ങളുടെ ഉള്ളറയിലേക്ക് കാക്കി. ചെങ്ങന്നൂരിൽ ഫാർമസി ജീവനക്കാരിയെ കബളിപ്പിച്ച് യുവാവ് പണം അപഹരിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിക്കുന്ന ഫാർമസിയിലെത്തിയ യുവാവാണ് ഉടമയുടെ സുഹൃത്താണെന്ന വ്യാജേന പണം വാങ്ങി കടന്നു കളഞ്ഞത്. വളരെ തിരക്കുപിടിച്ച സമയത്തായിരുന്നു സംഭവം. മാന്യമായ വേഷത്തോടെയാണ് യുവാവ് ഫാർമസിയിലെത്തിയത്. മാസ്ക് വെച്ചിരുന്ന യുവാവ് ഫാർമസി ഉടമയുടെ സുഹൃത്താണെന്നും ഫോണിൽ സംസാരിക്കുന്നത് ഉടമയോടാണെന്നും ജീവനക്കാരിയെ തെറ്റിദ്ധരിപ്പിച്ചു. തുടർന്ന് 2500 രൂപ കൈക്കലാക്കി. ഉടമ വന്നതിന് ശേഷമാണ് തട്ടിപ്പ് മനസ്സിലായത്. ഇന്നലെ ഒരു 4 മണി കഴിഞ്ഞ് എവിടെയാണെങ്കിൽ ഒരാൾ വന്നിരുന്നു. മാസ്ക് ഇട്ടിട്ട പുള്ളിക്കാരെ വന്നേ. അപ്പൊ സാറിനെ അറിയുന്ന രീതിയിലായിരുന്നു സംസാരിച്ച്. കുറെ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് മരുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്, അത് കൊണ്ടുവരും. അശോകൻ എന്ന് പറയുന്ന ഒരാൾ വരും, കുറച്ച് പൈസ ഏൽപ്പിക്കും, അത് വാങ്ങിക്കണം. അപ്പൊ സാറിനെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വിളിക്കണ്ട, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ ഫോൺ എടുത്ത് വിളിച്ചു. അങ്ങനെ സാറിനെ വിളിക്കുന്ന പോലെ കുറെ നേരം ആക്ട് ചെയ്ത്, സാറാണോ എന്ന് എനിക്കറിയില്ല, സാറിനെ വിളിച്ചോണ്ട് കുറെ നേരം സംസാരിച്ചു. അപ്പൊ എനിക്ക് കുറെ കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കൊടുക്കുന്നതിനനുസരിച്ച് ഇയാൾ ധൃതി പിടിപ്പിച്ചോണ്ടിരിക്കുക. അപ്പം പൈസ ഒരു 2800 രൂപ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു, അങ്ങോട്ട് പുള്ളിക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്നേരം പൈസ എടുത്തു കൊടുത്തു. എന്നിട്ട് ആ കസ്റ്റമർ പോയപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു സാറിന് അറിയില്ല. അപ്പം ഞാൻ ഇവിടെ ഒരു കസ്റ്റമർ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അയാളെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അയാൾ അങ്ങ് പോയി എന്ന് പറഞ്ഞു. എങ്ങോട്ടോ പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാറിനെ വിളിച്ച് പറയുമ്പോൾ പിന്നെ സാറ് വന്നു. പിന്നെ വൈകുന്നേരം കേസ് കൊടുത്തു. ഫാർമസിയിലെ ക്യാമറയിൽ മുഖം കൊടുക്കാതെ മാറി നിൽക്കാനും യുവാവ് ശ്രദ്ധിച്ചിരുന്നു. തട്ടിപ്പ് മനസ്സിലായതോടെ പോലീസിൽ പരാതി നൽകി. മുമ്പ് സമാന രീതിയിൽ ഹരിപ്പാടും മോഷണം നടന്നിരുന്നു. ബോയ്സ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്ഥാപനത്തിലാണ് ഉടമയുടെ സുഹൃത്താണെന്ന് ധരിപ്പിച്ച് ജീവനക്കാരെ കബളിപ്പിച്ചത്. 3500 രൂപയാണ് അവിടെ നിന്നും തട്ടിയെടുത്തത്. ഇരു സംഭവങ്ങളിലും ഒരാൾ തന്നെയാണോ പ്രതിയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജനം, ആലപ്പുഴ. കൊല്ലത്ത് മുക്കുപണ്ടം പണയം വെച്ച് കോടികൾ തട്ടിയ കേസിൽ കൂടുതൽ പ്രതികൾ പിടിയിൽ. വൈക്കം തലയാട് സ്വദേശി ബിജു, കോട്ടയം മുളകുളം സ്വദേശി അനൂചന്ദ്രൻ എന്നിവരെയാണ് പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിലായിരുന്ന പ്രതികളെ തമിഴ്നാട് നിന്നുമാണ് പോലീസ് പിടികൂടിയത്. വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ മുക്കുപണ്ടം നിർമ്മിച്ചു നൽകിയ ബിജുവും സഹായിയും വിതരണക്കാരനുമായ അനൂചന്ദ്രനുമാണ് പോലീസിന്റെ വലയിലായത്. ഇവരുടെ കൂട്ടാളിയായ പത്തനാപുരം മാങ്കോട് സ്വദേശി മുഹമ്മദ് ഷബീറിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഷബീറിന്റെ അറസ്റ്റിനെ തുടർന്ന് ഒളിവിലായിരുന്ന പ്രതികളെയാണ് പുനലൂർ ഡിവൈഎസ്പി പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളായ പ്രതികൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള സമാനമായ തട്ടിപ്പുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മുക്കുപണ്ടം പണയം വെച്ച് കോടികൾ തട്ടിയെടുത്ത കേസിൽ പത്തനാപുരം സ്വദേശിയായ മുഹമ്മദ് ഷബീർ എന്നയാളെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിന്റെ പ്രത്യേക സ്വഭാവം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി പുനലൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംസ്ഥാനത്തിനകത്തും പുറത്തും നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ മുക്കുപണ്ടം നിർമ്മിച്ചു നൽകിയ വൈക്കം സ്വദേശിയായ ബിജു എന്നയാളെയും ഇയാളുടെ സഹായിയും ഇതിന്റെ വിതരണക്കാരനുമായ കോട്ടയം പെരുവ സ്വദേശി അനു എന്നാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് തമിഴ്നാട്ടിലെ ഈ റോഡിലാണ് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. തമിഴ്നാട്ടിലെ ഗുണ്ടകളുടെ സഹായത്തോടെ ഒളിവിൽ താമസിച്ചിരുന്ന അനൂചന്ദ്രനെ പോലീസ് പിന്തുടർന്നിരുന്നു. ഗുണ്ടാ സങ്കേതത്തിലെത്തിയ പോലീസ് സാഹസികമായാണ് പ്രതികളെ പിടികൂടിയത്. ജനം, കൊല്ലം. വൈക്കത്ത് വൈദികനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയ കേസിൽ യുവതിയും ആൺ സുഹൃത്തും അറസ്റ്റിലായി. ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതി നേഹ ഫാത്തിമ, സുഹൃത്തും ബാംഗ്ലൂർ സ്വദേശിയുമായ സാരഥി ബഷീർ
എന്നിവരാണ് പിടിയിലായത്. നഗ്നചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി വൈദികനിൽ നിന്നും 41 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഏപ്രിൽ മുതലാണ് തട്ടിപ്പ് നടന്നത്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ അയച്ച യുവതി പ്രിൻസിപ്പാളായ വൈദികനുമായി സൗഹൃദം സ്ഥാപിച്ചു. സ്വകാര്യ ദൃശ്യങ്ങൾ കൈക്കലാക്കി പല തവണകളിലായി 41,52,000 രൂപ കൈപ്പറ്റി. റെക്കോർഡ് ചെയ്ത നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. വീണ്ടും 10 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വൈദികൻ വൈക്കം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പണം വാങ്ങാൻ വൈക്കത്തെത്തിയ തട്ടിപ്പുകാരെ ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതി നേഹ ഫാത്തിമ, സുഹൃത്തും ബാംഗ്ലൂർ സ്വദേശിയുമായ സാരഥി ബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ ആർഭാട ജീവിതമാണ് നയിച്ചിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കോട്ടയം. തിരുവനന്തപുരത്ത് CPI നേതാവിനെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്തു. അമ്പലത്തറ ലോക്കൽ സെക്രട്ടറി വിഷ്ണുവിനെതിരെയാണ് വിഴിഞ്ഞ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. അമ്പലത്തറ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് നടപടി. മുല്ലൂർ സ്വദേശിനിയും തിരുവല്ലത്തെ സ്വകാര്യ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയുമായ യുവതിയുടെ പരാതിയിലാണ് CPI അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. യുവതിയുടെ സഹോദരനെ ഇതേ സ്കൂളിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ പേരിൽ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് പിൻവലിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് യുവതിയും മാതാവും വിഷ്ണുവിനെ സമീപിക്കുന്നത്. പിന്നീട് യുവതിയുടെ മാതാവുമായി വിഷ്ണു അടുപ്പത്തിലായി. വിവാഹിതനായ വിഷ്ണു കുടുംബസമേതം മുല്ലൂരിലുള്ള യുവതിയുടെ വീട്ടിൽ പതിവായി സന്ദർശനം നടത്തിയിരുന്നു. കുടുംബാംഗത്തെ പോലെയായിരുന്നു വിഷ്ണു പെരുമാറിയിരുന്നത്. അതിനിടെ കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ യുവതിയും സഹോദരനും അമ്മയുമൊത്ത് വിഷ്ണുവിന്റെ വീട്ടിലെത്തിയാണ് സദ്യ കഴിച്ചത്. ഇതിനു പിന്നാലെ സെപ്റ്റംബർ 18-ന് വിഷ്ണു ബാബു മുല്ലൂരിലുള്ള യുവതിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി മദ്യപിച്ചു. തുടർന്ന് 1-ാം നിലയിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവതിയുടെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചതായിട്ടാണ് പരാതി. വിഴിഞ്ഞം പോലീസിന് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത്. അതേസമയം വിഷ്ണുവിനെതിരെ പാർട്ടി നടപടി ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ജനം, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടി വിധേയായിട്ട് മൃഗീയ പീഡനത്തിന് കൂട്ടബലാത്സംഗത്തിനാണ് അതിജീവിത ഇരയായത്. പ്രായപൂർത്തിയാകാത്ത ആൾ ഉൾപ്പെടെ 20 പ്രതികൾ കേസിൽ ഇതുവരെ അറസ്റ്റിലായി കഴിഞ്ഞു. 2 പോലീസ് സ്റ്റേഷനുകളിലായി 7 കേസുകളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ 60കാരൻ അറസ്റ്റിലായി. കണ്ണങ്കര സ്വദേശി പ്രഭശ്രീ വീട്ടിൽ മോഹനൻ ആണ് പിടിയിലായത്. കസബ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിതാവിനെ മക്കൾ സ്ലാബിട്ട് മൂടിയതിൽ ദുരൂഹത. ആറാലുമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ മക്കളും ഭാര്യയും ചേർന്ന് സ്ലാബിട്ട് മൂടി സമാധിയായെന്ന് പോസ്റ്റർ പതിച്ചു. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തി. നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര കാവവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിലെ ആചാര്യഗുരു എന്നറിയപ്പെടുന്ന ഗോപൻ സ്വാമിയെയാണ് മക്കളും ഭാര്യയും ചേർന്ന് സമാധിയിരുത്തിയത്. ഇന്നലെയാണ് ഗോപൻ സ്വാമി മരിച്ചത്. പിന്നാലെ മണ്ഡപമുണ്ടാക്കി അതിനുള്ളിൽ മൃതദേഹം വെച്ച് സ്ലാബിട്ട് മൂടി. തുടർന്ന് ഗോപൻ സ്വാമി സമാധിയായെന്ന പോസ്റ്ററും പതിച്ചു. ഗോപൻ സ്വാമിയുടെ ആഗ്രഹപ്രകാരമാണ് സമാധിയിരുത്തിയതെന്നാണ് മകനും ക്ഷേത്രത്തിലെ പൂജാരിയും പറയുന്നത്. അപ്പോൾ ആരും കാണാൻ പാടില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ നേരത്തെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആരെയും കാണിക്കരുത്, ഇന്ന രീതിയിൽ എനിക്ക് സമാധി കർമ്മങ്ങൾ ചെയ്യണം, സുഗന്ധദ്രവ്യങ്ങൾ ഭസ്മവും കർപ്പൂരം ഇട്ട് ഇന്ന രീതിയിൽ എന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് വേണം ഓരോന്ന് ചെയ്യാനെന്ന് പറഞ്ഞ് സമാധി ചടങ്ങുകൾ മൊത്തം എനിക്ക് പറഞ്ഞു തന്നു അച്ഛൻ.
ആ ചടങ്ങ് പ്രകാരമാണ് ഇപ്പം നമ്മൾ അച്ഛന് ചെയ്തത്. ഈ സമയത്ത് അച്ഛൻ പത്മാസനത്തിലിരുന്ന് മൂലാധാര സ്വാധിഷ്ഠാനം മണിപൂര അനാഗതം വിശുദ്ധി എന്ന് സഹസ്രതള പത്മം എന്ന് പറയുന്ന അതിൽ പ്രാണായാമം ചെയ്താണ് അച്ഛൻ സമാധി ബ്രഹ്മത്തിലേക്ക് ലയിച്ചത്. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തി. തുടർന്ന് പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് സ്ഥലത്തെത്തി മണ്ഡപം പൂട്ടിയ ശേഷം കാവലിന് ആളെയും നിയോഗിച്ചു. സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുവാനുള്ള നീക്കത്തിലാണ് പോലീസ്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് കഞ്ചാവുമായി യുവാവ് പിടിയിലായി. തിരൂരങ്ങാടി സ്വദേശി അക്ഷയാണ് പിടിയിലായത്. 40 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇയാൾ പിടിയിലായത്. പതിരാങ്കാവ് തിരുത്തിമ്മൽ താഴത്തെ വാടക വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. പതിരാങ്കാവ് പോലീസും ഒപ്പം ഡാൻസ് സ്റ്റാഫും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. കായംകുളത്ത് ബേക്കറിയിൽ നിന്നും വാങ്ങിയ ബിസ്ക്കറ്റിന് അമിത വില ഈടാക്കിയത് ചോദ്യം ചെയ്ത GST വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനം. കരിയിലക്കുളങ്ങര സ്വദേശി ആർ അഭിലാഷിനെയാണ് കട ഉടമയും സഹായികളും ചേർന്ന് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ അഭിലാഷ് മാവേലിക്കരയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം GST എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ ഉദ്യോഗസ്ഥനായ അഭിലാഷ് ഇന്നലെ ജോലി കഴിഞ്ഞ് ട്രെയിനിൽ കായംകുളത്തിറങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ബേക്കറിയിൽ നിന്നും ബിസ്ക്കറ്റ് വാങ്ങിയത്. വാങ്ങിയ 4 പാക്കറ്റ് ആരോറൂട്ട് ബിസ്ക്കറ്റിന് MRPയേക്കാൾ കൂടുതൽ വില കടയുടമ ഈടാക്കി. MRPയേക്കാൾ വില കൂടുതലാണെന്നും ബില്ല് വേണമെന്നും അഭിലാഷ് ആവശ്യപ്പെട്ടു. തുടർന്നായിരുന്നു കടയുടമയും സഹായിയും ചേർന്ന് മർദ്ദിച്ചത്. കൂടാതെ പുറത്തുനിന്ന് കടയുടമയുടെ സുഹൃത്തുക്കളും കൂടി എത്തി വീണ്ടും മർദ്ദിച്ചു. അവിടെ ചെന്ന് ആരോട് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ് കയറിയത്. വീട്ടിലേക്കുള്ള ആവശ്യത്തിനേക്കാണ് ഈ ആരോട് ബിസ്ക്കറ്റിന് 4 എണ്ണമാണ് ഞാൻ ചോദിച്ചത്. 4 എണ്ണത്തിലൂടെ 120 രൂപയാണ് ആളുകൾ മാക്സിമം റീറ്റെയിൽ പ്രൈസ്. പക്ഷേ അതിൽ 140 രൂപയാണ് തന്നെ ചോദിച്ചത്. അത് ചോദ്യം ചെയ്തപ്പോൾ അതിൽ ഓവനായിട്ട് അങ്ങനെ GST ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞിട്ട് കൂടി എന്നെ ആളുകളെ വിളിച്ചു കൂട്ടി മർദ്ദിച്ച ആവശ്യമാണ് കഴിഞ്ഞത്. മർദ്ദനമേറ്റ അഭിലാഷ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വീട്ടിലെത്തിയപ്പോൾ വീണ്ടും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കായംകുളം പോലീസ് ആശുപത്രിയിലെത്തി അഭിലാഷിന്റെ മൊഴി രേഖപ്പെടുത്തി. ജനം, ആലപ്പുഴ. തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് കാരണം രാഹുൽ ഈശ്വർ എന്ന നടി ഹണി റോസ. ബോബിയുടെ PR ഏജൻസികളും രാഹുലും തനിക്കെതിരെ ആസൂത്രിതമായി പ്രവർത്തിക്കുകയാണ്. രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഹണി റോസ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് ഹണി റോസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുകയാണ്. അതിന്റെ കാരണക്കാരിൽ ഒരാൾ രാഹുൽ ഈശ്വറാണ്. പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനാണ് രാഹുലിന്റെ ശ്രമം. ജനങ്ങളെ തനിക്കെതിരെ തിരിക്കാൻ രാഹുൽ ആസൂത്രണം നടത്തുകയാണെന്നും ഹണി റോസ് പരാതിപ്പെട്ടു. വസ്ത്ര സ്വാതന്ത്ര്യം മൗലികാവകാശമാണെന്നിരിക്കെ രാഹുൽ അതിനെതിരെ അനാവശ്യ പ്രചാരണം നടത്തി. 2 ദിവസം മുൻപ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പ്രതികരിച്ചിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ അധിക്ഷേപ പരാമർശത്തെക്കുറിച്ചുള്ള ചാനൽ ചർച്ചകളിൽ തന്റെ വസ്ത്രധാരണത്തെ വിമർശിച്ചതിനുള്ള മറുപടിയായിരുന്നു ഹണി നൽകിയത്. തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് കൊണ്ടുവരുമായിരുന്നുവെന്നും ഹണി റോസിന്റെ പോസ്റ്റിലുണ്ടായിരുന്നു. അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ട് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ രാഹുൽ നിർവീര്യമാക്കുകയാണെന്നും ഹണി റോസ് കുറ്റപ്പെടുത്തിയിരുന്നു. ജനം, കൊച്ചി. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടി വിധേയായ മൃഗീയ പീഡനത്തിന് കൂട്ടബലാത്സംഗത്തിനാണ് അതിജീവന ഇരയായത്. പ്രായപൂർത്തിയാകാത്ത ആൾ ഉൾപ്പെടെ 20 പ്രതികൾ കേസിൽ ഇതുവരെ അറസ്റ്റിലായി കഴിഞ്ഞു. 2 പോലീസ് സ്റ്റേഷനുകളിലായി 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പത്തനംതിട്ട, ഇലവുംതിട്ട സ്റ്റേഷനുകളിലായി 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇലവുംതിട്ട സ്റ്റേഷനിൽ എടുത്ത കേസിൽ സുബിൻ, VK വിനീത്, K അനന്തു, S സന്ദീപ്, സുധി, അച്ചു ആനന്ദ് എന്നിവരാണ് പ്രതികൾ. ഇവരിൽ സുധി മറ്റൊരു പോക്സോ കേസിൽ ജയിലിലാണ്.
പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഷംനാഥ്, അഫ്സൽ, ആഷിഖ്, നിതിൻ പ്രസാദ്, അഭിനവ്, കാർത്തിക് എന്നിവരാണ് പ്രതികൾ. പ്രതിപട്ടികയിൽ 17കാരനുമുണ്ട്. ഇവരെ കൂടാതെ 6 പേരുടെ അറസ്റ്റും വൈകിട്ടോടെ രേഖപ്പെടുത്തി. പ്രതികളിൽ ഒരാളായ സുബിൻ പെൺകുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ മുതൽ കുട്ടിയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. കുട്ടിയുടെ 16ാം വയസ്സിൽ ഇയാൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. തുടർന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തി. സുബിന്റെ സുഹൃത്തുക്കൾ കുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. കുട്ടിയുടെ ഡയറിക്കുറിപ്പുകൾ, ഉപയോഗിച്ച ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം അന്വേഷണത്തിന് സഹായകമായി. അടുത്ത ദിവസം വിവാഹം നിശ്ചയിച്ച നവവരൻ, ഓട്ടോ തൊഴിലാളികൾ, മത്സ്യക്കച്ചവടക്കാർ എന്നിങ്ങനെയുള്ളവർ ഉൾപ്പെട്ടതാണ് പ്രതിപട്ടിക. നിലവിൽ പിടിയിലായ പ്രതികളെല്ലാം 17നും 35നും ഇടയിൽ പ്രായമുള്ളവരാണ്. 5 വർഷത്തിനിടയിൽ 62 പേർ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ഇതിൽ 40ലധികം ആളുകളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാവും. നിലവിൽ വനിതാ ഹോമിൽ പെൺകുട്ടിയെ പാർപ്പിച്ചിരിക്കുകയാണ്. അതിജീവിതയുടെ മൊഴി വരും ദിവസങ്ങളിലും രേഖപ്പെടുത്തും. പുതിയ കൗൺസിലിംഗിനും വിധേയയാക്കുന്നുണ്ട്. സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അടിയന്തര റിപ്പോർട്ട് നൽകാൻ പത്തനംതിട്ട SP-യോട് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P. സതീദേവി നിർദ്ദേശിച്ചു. ജനം, പത്തനംതിട്ട. കോഴിക്കോട് മാമി തിരോധാന കേസിൽ പോലീസും ക്രൈംബ്രാഞ്ചും തങ്ങളെ വേട്ടയാടുന്നുവെന്ന് മാമിയുടെ സുഹൃത്തും ഡ്രൈവറുമായ രജിത് കുമാറും ഭാര്യയും. അസഭ്യവാക്കുകൾ ഉപയോഗിച്ചാണ് ചോദ്യം ചെയ്യൽ. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മക്കളെ പോലും വെറുതെ വിടുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുന്നതിൽ പ്രയാസമില്ല. കേസ് CBI അന്വേഷിക്കണമെന്നും രജിത് കുമാർ പറഞ്ഞു. മാമിയെ കാണാതായത് മുതൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും വേട്ടയാടൽ തുടരുകയാണെന്നാണ് രജിത് കുമാറിന്റെ ആരോപണം. മിക്ക ദിവസങ്ങളിലും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്തു. ഭാര്യയുടെ ഫോൺ വാങ്ങിവെച്ചു. കാർ കൊണ്ടുപോയി. ഫോണിൽ ആരെയും ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യം. തന്നെ ബന്ധപ്പെടുന്നവരെ ക്രൈംബ്രാഞ്ച് വിളിപ്പിക്കുന്നു. ഓരോ സ്ഥലത്തും ഒരു കുറ്റവാളി എന്ന പോലെ കൊണ്ടുപോയി വീഡിയോകൾ ചിത്രീകരിക്കുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പീഡനത്തിൽ മറന്നൊന്ന് നാളുവിട്ട തന്നെ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് കണ്ടെത്തി. എന്തുകൊണ്ടാണ് 1.5 വർഷം കഴിഞ്ഞിട്ടും മാമിയെ കണ്ടെത്താൻ പറ്റാത്തത്? ക്രൈംബ്രാഞ്ചിന്റെ പെരുമാറ്റം മോശമായ ഭാഷയിലാണെന്നും രജിത് കുമാർ പറഞ്ഞു. ഞങ്ങളാണെങ്കിലും ഒരാളെ ഫോൺ ചെയ്താലും അവരെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ വല്ലാതെ വേട്ടയാടുകൊണ്ടാണ്. ഇപ്പോൾ അവസാനം എൻ്റെ മക്കളെ വരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം വന്നാൽ അത് പിന്നെ വളരെ പറഞ്ഞ് നിവർത്തിയിട്ടില്ല. ഞങ്ങളെന്താ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് ജയിലിട്ട് അടുത്തോട്ടെ, ഏതാ പ്രയാസമില്ല. തെറ്റ് ചെയ്യാതെ എങ്ങനെ ഈ പീഡനം അനുഭവിച്ച് ജീവിക്കാൻ പ്രയാസമുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളില്ല, ആരുമില്ല, മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. മാമിയെ കാണാതായ ദിവസം വീട്ടിലുണ്ടായ കാര്യങ്ങൾ ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെയും അതുതന്നെയാണ് ക്രൈംബ്രാഞ്ച് ചോദിക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ ഉത്തരം പറയാൻ നിർബന്ധിക്കുകയാണെന്നും രജിത് കുമാറിന്റെ ഭാര്യ തുഷാര പറഞ്ഞു. അന്നത്തെ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എനിക്കറിയില്ല. പക്ഷെ നോർമലി ഉള്ള കാര്യം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് രാവിലെ ഒന്ന് ചായ കുടിച്ച് കഴിഞ്ഞ് പുറത്തു പോകും. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് വരും. പിന്നെ പോവും. പിന്നെ എപ്പോഴും നമ്മളിപ്പോൾ സമയം ആലോചിച്ച് വെച്ചിട്ടല്ലല്ലോ വീട്ടിലത്തെ ഒരു കാര്യങ്ങളും ചെയ്യുകയൊന്നും ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. കൃത്യമായ സമയം തന്നെ പറയണം. അപ്പം ഞാൻ പറഞ്ഞവരോട് എനിക്ക് അങ്ങനെ അറിയില്ല. 1 മാസം ഒരു ദിവസം ഒന്നും അല്ലല്ലോ, 1.5 വർഷം മുമ്പുള്ള കാര്യമല്ലേ. നിങ്ങൾ എന്ത് ചോദിച്ചാലും കുറേ ഞാൻ ആലോചിച്ചിട്ട് ഞാനെങ്കിൽ ടൈം പറയാൻ പറ്റില്ല. പക്ഷെ കുറേ നമ്മൾ കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു അതൊന്നും പോരാ. നിങ്ങൾക്ക് ആ പിക്ചർ ഫേസിൽ വരണം. പിക്ചർ എന്നിട്ട് നിങ്ങൾ കൃത്യസമയം പറയണമെന്ന് എനിക്ക് പറയാം. അന്ന് എന്ത് ഡ്രസ്സ് ഇട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കി നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കാം. അറിയാത്ത കാര്യം ഞാൻ എന്ത് പറയാനാ. തന്റെ വീടിനടുത്തുള്ള തലക്കുളത്തൂരിൽ അവസാനമായി മാമിയുടെയും തന്റെയും ലൊക്കേഷൻ വന്നു എന്ന കാരണം കൊണ്ടാണ് തന്നെ വേട്ടയാടുന്നത്. മാമിയുടെ കുടുംബത്തിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയിട്ടുണ്ട്. അവർ മാമിയെ കാണാതായ അന്ന് തന്നെ പരാതി നൽകി. മാമി ഒളിവിൽ കഴിയുന്ന ആളല്ലെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും രജിത് കുമാർ ആവശ്യപ്പെട്ടു. ജനം, കോഴിക്കോട്.